എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? ബിസിനസ് ഫീൽഡ് തന്നെ എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ എനിക്കും എൻ്റെ പെണ്ണിനും ജീവിക്കാനുള്ളത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അത് തന്നെ ധാരാളം. പിന്നെ എല്ലാം കുഞ്ഞിയുടെ പേരിൽ തന്നെയല്ലേ? എനിക്ക് ഒരു സങ്കടവുമില്ല. എൻ്റെ പെങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി. അവൾക്കെന്തിനും നീയുണ്ടല്ലോ. 2 മാസങ്ങൾക്ക് ശേഷം എവിടെയോ പോയിട്ട് വന്ന ആയുഷ് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് എന്തോ കാര്യമായ ചർച്ചയിലിരിക്കുന്ന അവൻ്റെ അമ്മയെയും അച്ഛനെയുമാണ്. അവരെ കണ്ടിട്ടും കാണാത്തതുപോലെ അകത്തേക്ക് കയറിയപ്പോൾ ഉടനെ വന്നു പുറകിൽ നിന്നും വിളി. അപ്പോ നീ ഇങ്ങനെ എന്തിനും ഒരു സീരിയസ്നെസ് കാണിക്കാതെ നടന്നാൽ എങ്ങനെയാണ്? നിനക്കും വേണ്ടേ ഒരു കല്യാണം? ഓരോ തവണ സാക്ഷിയെ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. വീർത്ത വയറും ചുമന്നു തുടുത്ത മുഖവും. പെണ്ണാകെ അങ്ങ് നന്നായി. അതെങ്ങനെ? രണ്ടാണുങ്ങളുടെ കൂടെയുള്ള സഹവാസമല്ലേ? ആരെങ്കിലും അറിഞ്ഞോ അവൾ പുളിങ്കൊമ്പിൽ കയറി പിടിക്കുമെന്ന്? സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സ്വത്തുണ്ട് ആ ചെക്കിന്. എന്തായാലും അവളുടെയൊക്കെ ഒരു യോഗം. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? ഏതു നേരവും സച്ചിയുടെ കുറ്റം. ഇതിനും വേണ്ടി എന്ത് തെറ്റാണ് അവൾ നിങ്ങളോട് ചെയ്തത്? ഒന്ന് ചോദിക്കട്ടെ. എൻ്റെ ജീവിതം നിങ്ങളെല്ലാം കൂടി ഇങ്ങനെയാക്കി. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? മടുത്തു എനിക്ക് എല്ലാം. ഈ ജീവിതം തന്നെ തീർത്താലോ എന്ന് എത്ര തവണ ആലോചിച്ചു. പിന്നെ പണത്തിനെ മാത്രം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഇടയിൽ എൻ്റെ അനിയത്തിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ തോന്നുന്നില്ല. അവൾക്കിപ്പോൾ എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ 2 ചെറുക്കന്മാർ, അവർ എന്നെപ്പോലെയല്ല, നട്ടലുള്ളവന്മാരാണ്. ഒരു തവണ സച്ചിയെ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു നോക്ക്. പ്രായം നോക്കാതെ അവരുടെ കൈ നിങ്ങളുടെ മുഖത്ത് പതിഞ്ഞിരിക്കും. താഴെ വെക്കാതെയാണ് സിദ്ധു അവളെ കൊണ്ടു നടക്കുന്നത്. എന്തായാലും അവൾക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അവൾക്ക് മനസമാധാനം കൊടുക്കില്ലായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, കല്യാണം എന്ന് പറഞ്ഞ് ഒരാളും എൻ്റെ അടുത്തേക്ക് വരണ്ട. ആയുഷ് ഒരു പെണ്ണിനെ ഈ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളൂ. ഇന്ന് അവൾ എൻ്റെയല്ല, മറ്റൊരാളുടെ സ്വന്തമാണെന്നറിയാം. വൈകാതെ അവരുടെ ഇടയിലേക്ക് അവരുടെ പ്രണയത്തിൻ്റെ അടയാളമായ കുഞ്ഞും വരും. എങ്കിലും എനിക്ക് മറക്കാൻ പറ്റില്ല അവളെ. ഒരുമിച്ച നാൾ മുതൽ മനസ്സിൽ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ്. സ്വന്തം അനിയത്തിയെ വെച്ചുള്ള നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി. അവളുടെ സ്നേഹം ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു, അപമാനിച്ചു. ഇനിയും എന്നെ ഉപദ്രവിക്കല്ലേ. ആർക്കൊരു ശല്യവുമില്ലാതെ ഞാൻ ജീവിച്ചോളാം. ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ ജോലി ശരിയായി. അടുത്ത ആഴ്ച ഞാൻ പോകും. തടയാൻ നോക്കണ്ട. അത്രമാത്രം പറഞ്ഞ് അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് പുറത്ത് എല്ലാം കേട്ടു നിൽക്കുന്ന ദീക്ഷിത്തിനെയും ആരവിനെയും കണ്ടത്. അവരെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവർക്കായി ഒരു വിളറിയ ചിരി ചിരിച്ച് അവൻ അകത്തേക്ക് കയറിപ്പോയി. കേട്ടതിൻ്റെയെല്ലാം ഞെട്ടലിലായിരുന്നു ആരു. അപ്പുവിന് സച്ചിയെ ഇഷ്ടമാണെന്ന് പലതവണ തോന്നിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു ട്വിസ്റ്റ് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തനിക്ക് വേണ്ടിയാണ് അവൻ ആ സ്നേഹം ഉപേക്ഷിച്ചത് എന്ന് കൂടി അറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരുവിൻ്റെ മനസ്സ് മനസ്സിലാക്കി എന്ന പോലെ ദീക്ഷിത് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ പെണ്ണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഓഫീസിൽ നിന്ന് വരുന്ന സിദ്ധു കാണുന്നത് വീർത്ത വയർ താങ്ങി ഗാർഡനിൽ ഒരു മെറ്റേണിറ്റി ഫ്രോക്ക് ഇട്ട് നടക്കുന്ന സാക്ഷിയാണ്. അവളുടെ അടുത്ത് തന്നെ വിച്ചുവുമുണ്ട്. വിച്ചു ലാപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു എന്ന് മാത്രം. സിദ്ധുവിൻ്റെ കാർ വന്ന് നിന്നത് കണ്ടതും സാക്ഷി പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഇന്നെന്താ ഇവൻ ഇത്ര ലാപ്പിൽ ചത്തു കിടക്കുന്നത്? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? കോളേജിൽ പോയി, പക്ഷേ ഭയങ്കര ക്ഷീണം. എനിക്ക് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ വായിച്ചു പറഞ്ഞു നമുക്ക് വീട്ടിൽ പോകാം അമ്മാളു എന്ന്. അവനെന്തോ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുക ലാപ്പിൽ. കണ്ണേട്ടന് ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അടുക്കളയിൽ കയറരുത് എന്ന്. എന്തെങ്കിലും വേണമെങ്കിൽ വിച്ചെടുത്ത് തരില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാൻ നാളെ ഒരാളെ നിർത്തട്ടെ. എൻ്റെ കണ്ണേട്ടാ, അതിന് ചായ വഹിച്ചു ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ കുടിച്ചു. കണ്ണേട്ടനുള്ളത് ഫ്ലാസ്കിലുണ്ട്, അതെടുത്ത് തരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ലോകത്തിലെ ആദ്യത്തെ ഗർഭിണിയൊന്നുമല്ലല്ലോ ഞാൻ. ചെറിയ ജോലിയൊക്കെ ചെയ്യണമെന്നാണ് ഡോക്ടറും പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ? ചെറിയ ജോലിയൊക്കെ ഞാൻ ഇവിടെയുള്ളപ്പോൾ നീ ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ടെൻഷനുണ്ട്. അതിൻ്റെ കൂടെ നിന്റെ കാര്യം ഓർത്തുള്ള ടെൻഷൻ വേറെ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോകണോ? ആദിയോടെ സിദ്ധു ചോദിച്ചതും പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ പ്രഗ്നൻ്റ് ടൈം സാധാരണ ആണ്. അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ 6 മാസമായില്ലേ, ഇനി ബുദ്ധിമുട്ടുകൾ കൂടുമെന്ന്.
നന്നായി ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ചയല്ലേ സ്കാനിങ്, കണ്ണേട്ടൻ വരില്ലേ? പിന്നെന്താ വരാതെ? നീ എന്തേലും കഴിച്ചോ? ഉച്ചയ്ക്ക് കഴിച്ചത് വൊമിറ്റ് ചെയ്തു. പിന്നെ വൈച്ചു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി തന്നു. ഞാൻ നിനക്ക് മസാല ദോശ വാങ്ങിയിട്ടുണ്ട്. ഡ്രസ്സ് മാറി വന്നിട്ട് എടുത്തു തരാം, വാ. ഇതും പറഞ്ഞ് സാക്ഷിയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് സിത്തുവിൻ്റെ കണ്ണ് അത്ഭുതം കൊണ്ട് വിടർന്നു. ഗോപു! തൻ്റെ ഒരു കൈ അവർക്ക് നേരെ വിടർത്തിയതും ഗോപിക അവനെ ഇറുകെ പുണർന്നിരുന്നു. തന്നെ പിടിച്ചിരിക്കുന്ന കൈ മാറ്റി സിത്തു അവളെ പിടിച്ചതും സാക്ഷിയുടെ മുഖം വല്ലാതെയായി. നീ ഇത് എപ്പോൾ വന്നു? എത്ര വർഷമായി നിന്നെ കണ്ടിട്ട്? അപ്പച്ചി എവിടെ? സിത്തു തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും സാക്ഷി പതിയെ അടുക്കളയിലേക്ക് വലിഞ്ഞു. എന്തിനോ അവൾക്ക് വിഷമം വരുന്നുണ്ടായിരുന്നു. വിച്ചു ആ കുട്ടിയെ കണ്ടിട്ട് ആർക്കോ വേണ്ടിയെന്ന പോലെ സംസാരിച്ചതും സിത്തുവിൻ്റെ പെരുമാറ്റവും തമ്മിൽ നല്ല വ്യത്യാസമുള്ളതുപോലെ തോന്നി അവൾക്ക്. പതിയെ സിത്തുവിൻ്റെ ചായ എടുത്ത് ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് വിശേഷം പറയുന്ന ഗോപികയെ. അതും കൂടി ആയപ്പോൾ സാക്ഷിയുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു. ചായ അവൻ്റെ അടുത്ത് വെച്ചിട്ട് തിരിഞ്ഞു പോകാൻ പോയപ്പോഴാണ് സിത്തു കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തിരുത്തിയത്. നീ ഇതുവരെ ഫോട്ടോയിലല്ലാതെ എൻ്റെ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ഭാര്യ സാക്ഷി, എൻ്റെ സച്ചു. പെട്ടെന്നുള്ള കല്യാണമായിരുന്നല്ലോ. അപ്പച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു ലീവില്ല, ലീവ് കിട്ടുമ്പോൾ ഉടനെ നാട്ടിൽ വരാമെന്ന്. പിന്നീട് നിങ്ങൾ വന്നതില്ലല്ലോ. ശരിക്കും സിദ്ധുവേട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. പെങ്ങളായിട്ട് ഒന്ന് വിലസണമെന്നും ഷോപ്പിംഗ് പോയി ചേട്ടൻ്റെ ക്രെഡിറ്റ് കാർഡ് കാലിയാക്കണമെന്നും. എന്നിട്ട് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. കല്യാണം പോലും ഒന്ന് കാണാൻ പറ്റിയില്ല. പിന്നീട് ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഇതെന്താ രജിസ്റ്റർ മാരേജ് ആണോ എന്ന്. ഇറ്റ്സ് റിയലി ഡിസപ്പോയിൻറ്റഡ് മീ അലോട്ട് ചേട്ടാ. യു റിയലി ഡിസേർവ് സംതിങ് ബെറ്റർ. മംഗലത്ത് ഗ്രൂപ്പിൻ്റെ MD ഇങ്ങനെയൊരു കല്യാണം ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഗോപിക പറഞ്ഞതും സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സിദ്ധു കാണാതിരിക്കാൻ എന്ന പോലെ അവൾ കുനിഞ്ഞിരുന്നതും സിദ്ധു അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഷീ ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഐ എവർ ഗോട്ട് ഇൻ മൈ ലൈഫ് ഗോപു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ നിധി. കല്യാണം എങ്ങനെയും നടന്നോട്ടെ, മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് പ്രധാനം. ഇവളില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ, ഷീ ഈസ് ക്യാരിയിങ്. അതുകൊണ്ട് എൻ്റെ പെണ്ണിനോട് എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക. വെറുതെ വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കരുത്, കേട്ടല്ലോ? സിദ്ധുവേട്ടാ, ഞാൻ അങ്ങനെയൊന്നും. അറിയാം, മോള് പ്രത്യേകിച്ച് മനസ്സിലൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല എന്ന്. എങ്കിലും ചേട്ടൻ പറഞ്ഞതാ, ഇനി ശ്രദ്ധിക്കണം. നീ രാവിലെ വന്നതല്ലേ ഉള്ളൂ, റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. നാളെ സൺഡേ അല്ലേ, നമുക്ക് കറങ്ങാൻ പോകാം. ഓക്കെ. ഗോപിക മുകളിലേക്ക് കയറിപ്പോകാൻ പോയതും 2 സ്റ്റെപ്പിൻ്റെ അടുത്ത് കൈകെട്ടി ചാരി നിൽക്കുന്ന വിച്ചുവിനെ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ പെണ്ണൊന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ഗോപു കതക് തുറന്നത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. വിച്ചു അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തതും പെണ്ണ് പേടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ വെറുതെ എന്നെ ഇങ്ങനെ നോക്കണ്ട, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഡോർ തുറന്നിട്ട് വെറുതെ ശബ്ദം കേട്ട് ചേട്ടൻ ഇങ്ങോട്ട് കയറി വരണ്ട എന്ന് വിചാരിച്ചു. നീ കുറച്ചു നേരം മുൻപ് താഴെ വെച്ച് വലിയ ഡയലോഗ് പറയുന്നത് കേട്ടല്ലോ. നീ ആരോടാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അറിയോ? എൻ്റെ ഏട്ടത്തിയാണത്. ഇനി ഒരു തവണ കൂടി അവരെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നീ ഇവിടെ പറഞ്ഞാൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും. വിച്ചേട്ടാ, ഞാൻ. ആരാടി നിന്റെ വിച്ചുവേട്ടൻ? അതൊക്കെ പണ്ട് ഒരു 3 വർഷം മുൻപ് തീർന്ന ബന്ധമാണത്. പഴയതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല. എനിക്കതൊന്നും ഓർക്കാനും താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ നിന്നെ തിരക്കി ഇങ്ങോട്ട് വന്നത് തന്നെ എൻ്റെ അമ്മാളുവിന് വേണ്ടിയിട്ടാണ്. നീയൊക്കെ പറഞ്ഞ ഈ ആരുമില്ലാത്തവൻ അമ്മയുടെ സ്നേഹമറിഞ്ഞത് അവർ ഈ വീട്ടിൽ വന്നു കയറിയതിന് പിന്നെയാണ്. ഇന്ന് നീ പറഞ്ഞതുപോലെയുള്ള ഡയലോഗ് ഇനി ആവർത്തിച്ചാൽ ബന്ധം ഞാൻ മറക്കും, കേട്ടല്ലോ? രാത്രി റൂമിലേക്ക് വന്ന സിദ്ധു കാണുന്നത് ബെഡിലിരുന്ന് കാര്യമായി എന്തോ ആലോചിക്കുന്ന സാക്ഷിയാണ്. അവനെ കണ്ടതും പെണ്ണ് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്താ ഭാര്യ, വലിയ ആലോചനയിലാണല്ലോ. എന്നോടുകൂടി പറ. നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നാലോ കണ്ണേട്ടാ? എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നു. സിദ്ധുവിൻ്റെ നെഞ്ചിൽ ചാരി സാക്ഷി പറഞ്ഞതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. കൂടെ തന്നെ ബ്ലാങ്കറ്റ് എടുക്കാനും മറന്നില്ല. ബാൽക്കണിയിലെ ചാരുകസേരയിലിരുന്നിട്ട് അവൻ സാക്ഷിയെ സൂക്ഷിച്ച് മടിയിലിരുത്തി പുതുപ്പിച്ചു.
സിദ്ധുവിൻ്റെ നെഞ്ചിൽ ചാരി കായലിൽ നിന്നുള്ള കാറ്റുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കൈ അവിടെ വയറിനെ തലോടുന്നുണ്ടായിരുന്നു. ഇനി 3 മാസം കൂടി മതി അല്ലേ സച്ചു, നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വരാൻ. സന്തോഷത്തോടെ സിദ്ധു പറഞ്ഞതും അതിനൊരു മൂടൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. നിനക്ക് എന്താ പറ്റിയേ? എന്നോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നെറ്റിയിൽ നേർമയായി ചുംബിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചതും സാക്ഷി ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എനിക്കെന്തോ ഒരു വല്ലാത്ത നെഗറ്റീവ് വൈബ് ഏട്ടാ. വാവ വന്നു കഴിയുമ്പോൾ പിന്നെ കണ്ണേട്ടനും വിച്ചുവിനും വാവയോടായിരിക്കില്ലേ സ്നേഹം. ഇപ്പോഴേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വാവയോടാ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ വൈച്ചുവിന് എന്താ പറ്റിയേ? അവൻ ഇന്ന് റൂമിലേക്കും വന്നില്ല. ആഹാരം കുറച്ച് കഴിച്ചിട്ട് പോവുകയും ചെയ്തു. ഗോപിക വന്നതുകൊണ്ടാണോ? എനിക്ക് നിന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് പെണ്ണെ വാവ വന്നാൽ കുറയുന്നത്? അത് ഒന്നുകൂടി കൂടുകയാണ്. ഇപ്പോൾ തന്നെ ഓരോ ദിവസവും നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല. കാലുവേദന, നടുവേദന, അങ്ങനെ ഇതെല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? ഇപ്പോൾ തന്നെ എൻ്റെ സ്നേഹം കുറയുമെന്ന് പരാതി പറഞ്ഞിട്ട് നീ അറിയാതെ തന്നെ ഒരു കൈ അടിവയറിൽ താങ്ങിയല്ലേ ഇരിക്കുന്നത്. അതിനർത്ഥം നീ ഇന്ന് നമ്മുടെ കുഞ്ഞിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നല്ലേ? പിന്നെ ബാക്കിയൊക്കെ എൻ്റെ സച്ചുവിൻ്റെ വെറും തോന്നലുകളാണ്. എൻ്റെ മരണം വരെ നിനക്ക് കൂട്ട് ഞാനില്ലേ. പിന്നെ വിച്ചുവിൻ്റെ കാര്യം, അതെനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സച്ചു. ഒരിക്കലും നീ ഇങ്ങനെ വിച്ചുവിനെ അകറ്റാനാകാത്ത രീതിയിൽ സ്നേഹിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അവനും വരും ഒരു കുടുംബജീവിതം. അപ്പോൾ കയറി വരുന്ന പെണ്ണിന് ഒരുപക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് തന്നെ ഞാനൊന്ന് ഗോപികയെ ചേർത്ത് പിടിച്ചപ്പോൾ ഈ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാ. അതുപോലെ തന്നെ അവൻ്റെ പെണ്ണിനും തോന്നിയാൽ അപ്പോഴും നിന്റെ കണ്ണീർ കാണേണ്ടത് ഞാനായിരിക്കും. പിന്നെ ഇന്ന് വിച്ചുവിന് എന്താ പറ്റിയത് എന്ന് നീ തന്നെ അവനോട് രാവിലെ ചോദിച്ചോ. അവന് പറയാൻ തോന്നിയാൽ അവൻ പറയും. അതിലെനിക്ക് ഒരു റോളുമില്ല. നിങ്ങളല്ലേ ചങ്കും കരളും. ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാൻ കണ്ണേട്ടാ. എനിക്കിന്ന് ഇവിടെ കിടക്കാൻ കൊതി തോന്നുന്നു. ഇവിടെയോ? ഈ തണുപ്പിലോ? നടക്കില്ല മോളെ, മര്യാദയ്ക്ക് വാ, റൂമിൽ പോയി കിടക്കാം. പ്ലീസ് കണ്ണേട്ടാ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഇന്നത്തേക്ക് ഒരു ദിവസം പ്ലീസ്. സച്ചുവിൻ്റെ മുഖം കണ്ടതും അവന് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. സ്വിങ്ങിൽ സച്ചുവിനെ ഇരുത്തിയിട്ട് അകത്തേക്ക് പോയി സിദ്ധു തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ മറ്റൊരു ബ്ലാങ്കറ്റും തണുപ്പിനിടുന്ന ഹുഡിയും സോക്സും ഉണ്ടായിരുന്നു. സാക്ഷിയുടെ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടി ഹുഡിയിട്ടിട്ട് അവൻ അവൾക്ക് സോക്സും ഇട്ട് കൊടുത്തു. കൂടെ തണുപ്പടിക്കാതിരിക്കാൻ ഒരു മങ്കി ക്യാപ്പും. അവളെ സൂക്ഷിച്ച് കിടത്തി ബ്ലാങ്കറ്റ് കൊണ്ട് നന്നായി പുതപ്പിച്ച് അവനും അടുത്ത് കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു. ആ രാത്രി അവർക്ക് പറയാൻ കാര്യങ്ങൾ ഒരുപാടായിരുന്നു. എപ്പോഴോ തൻ്റെ നെഞ്ചിൽ കിടന്ന് സച്ചു ഉറങ്ങിയെന്ന് മനസ്സിലായതും സിദ്ധു അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് ബ്ലാങ്കറ്റ് നന്നായി പുതപ്പിച്ചു. രാവിലെ സച്ചു ഉണരുമ്പോൾ സിദ്ധു ഓഫീസിൽ പോകാൻ റെഡിയായിരുന്നു. ഇന്ന് സൺഡേ അല്ലേ? പിന്നെന്താ കണ്ണേട്ടാ, സാധാരണ സൺഡേ ഓഫാണല്ലോ. ഇന്ന് കുറച്ച് അത്യാവശ്യമുണ്ട് സച്ചു. ഇവിടെ വിച്ചു ഉണ്ടല്ലോ. ഇന്നാണ് കിച്ചുചേട്ടനുമായുള്ള മീറ്റിംഗ്. സമയത്തിന് എത്തിയില്ലെങ്കിൽ ഞാൻ ചീത്തവിളി കേൾക്കും. നീ ആഹാരവും മരുന്നും എല്ലാം സമയത്തിന് കഴിക്കണേ. പറ്റുന്നത് പോലെ നേരത്തെ വരാൻ നോക്കാം ഞാൻ. ഷർട്ട് ഇടുന്നതിനിടയിൽ തന്നെ 1000 കാര്യങ്ങൾ പറയുന്ന സിദ്ധുവിനെ കണ്ട് അറിയാതെ തന്നെ അവൾക്ക് ചിരി വന്നു. ഒന്നും പറയാതെ തന്നെ സാക്ഷി സിദ്ധുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ഷർട്ട് ബട്ടൺസ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. എന്നും ഒരേ കാര്യങ്ങളല്ലേ ഈ പറയുന്നത്? ഞാൻ നല്ല കുട്ടിയാണ് കണ്ണേട്ടാ. ആഹാരവും മരുന്നും എല്ലാം സമയത്തിന് കഴിക്കും. പിന്നെ ഇന്ന് രാവിലെ തന്നെ ദിക്കൂട്ടൻ ഹാജർ വയ്ക്കുമല്ലോ. അത് ഞാൻ മറന്നു. പെങ്ങളോടുള്ള സ്നേഹം കാരണം ആങ്ങള സ്വന്തം വീട് കളഞ്ഞ് ഇവിടെ അടുത്ത വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. എന്നാൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞ അഭിമാന പ്രശ്നം. ഇന്ന് എന്താ നിൻ്റെ ഓർഡർ? പറയുന്നത് അറിയില്ലെങ്കിൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിത്തരാൻ നാത്തൂൻ കാത്തിരിക്കുമല്ലേ. അത് ഇന്ന് ഞാൻ പറഞ്ഞു, രാവിലെ എനിക്ക് പുട്ടും ചിക്കനും പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയും വേണമെന്ന്. ഒരു ചെറുചിരിയോടെ സാക്ഷി പറഞ്ഞതും സിദ്ധു അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചിരുന്നു. നിന്റെ ചേട്ടന് നിന്നെ ജീവനാണെന്നറിയാം. അവൻ അടുത്തുള്ളത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു ധൈര്യമാണ്. പക്ഷേ ഇങ്ങനെ നീ ആ പാവം ആരുവിനെ കഷ്ടപ്പെടുത്തല്ലേ. നിന്നെപ്പോലെ തന്നെയല്ലേ അവളും. ഞാനൊന്നും ചെയ്തില്ല കണ്ണേട്ടാ. ആരു മാത്രമല്ല കുക്കിങ്, ദിക്കൂട്ടൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആരുവിനും വാവ വരുമ്പോൾ ഞാൻ അവളെ നോക്കില്ലേ. അവളെൻ്റെ ചക്കര നാത്തൂനല്ലേ. ഓ ഇപ്പം അങ്ങനെയൊക്കെ ആയോ? പിന്നെ ഇന്ന് ദച്ചുചേട്ടൻ പുറത്തേക്ക് പോകാൻ പ്ലാനുണ്ടോ? ആവോ അറിയില്ല. അതൊക്കെ സ്പോട്ടിലെടുക്കുന്ന തീരുമാനമല്ലേ. ഇന്നലെയൊന്നും പറഞ്ഞില്ലായിരുന്നു. എവിടെയെങ്കിലും പോകുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കണേ.
കോൾ എടുക്കാൻ പറ്റില്ലായിരിക്കും. പിന്നെ അത്യാവശ്യമാണെങ്കിൽ അർജുനെ വിളിച്ചാൽ മതി. അർജു ചേട്ടൻ ഇപ്പോൾ എന്താ ഇങ്ങോട്ട് വരാത്തത്? പിണക്കാണോ? പിണക്കൊന്നുമില്ല, അവനും ജോലിയല്ലേ. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിന്നെ കാണാൻ വരുന്ന കാര്യം. ദച്ചു ചേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോയാൽ ചേട്ടൻ്റെ കയ്യിൽ തന്നെ പിടിച്ചു നടക്കണം, കേട്ടല്ലോ. പിന്നെ ഡ്രസ്സ് തട്ടി വീഴാത്ത എന്തെങ്കിലും ലൂസ് ഫ്രോക്ക് ഇട്ടാൽ മതി. ഒന്ന് നിർത്തടാ നിന്റെ ഉപദേശം. എൻ്റെ പെങ്ങൾ എന്താ കുഞ്ഞു കുട്ടിയാണോ? ഇത് തന്നെയല്ലേ നീ ദിവസവും അവളോട് പറയുന്നത്? റൂമിൻ്റെ കതകിൽ ചാരി നിന്ന് ദീക്ഷിത് പറഞ്ഞതും സിദ്ധു അവനെ നോക്കി ഒരു അവിഞ്ഞ ചിരി ചിരിച്ചു. എങ്കിൽ പിന്നെ അളിയാ, ഞാൻ ഓഫീസിലേക്ക്. നടക്കട്ടെ. പിന്നെ ഇന്ന് ഞങ്ങളൊന്ന് ബീച്ചിൽ പോകുവേ. ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങുക. ബാഗും എടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് സച്ചുവിനെ ചേർത്ത് പിടിച്ച് യാത്ര പറയുന്ന സിദ്ധുവിനെ കണ്ട് ദീക്ഷിത്തിന് ചിരിവന്നുവെങ്കിലും രണ്ടുപേരുടെയും മുഖഭാവം കണ്ടപ്പോൾ അവന് പാവം തോന്നി. വിച്ചു റൂമിൽ പലവക ചിന്തകളിൽ ഇരിക്കുമ്പോഴാണ് ഗോപിക കയറി വന്നത്. അവളെ കണ്ടതും വിച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ഈ ദേഷ്യം മതി വിച്ചുവേട്ടാ. അറിയാത്ത പ്രായത്തിൽ ഞാൻ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇപ്പോഴും ഈ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? അതിനും വേണ്ടി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ചെറുപ്രായത്തിൽ പറ്റിയൊരു തെറ്റ്, അതിനെ ആ രീതിയിൽ എടുത്താൽ പോരെ? ഇത് കൊച്ചുകുട്ടിയെ പോലെ. അതെ, ഞാൻ കൊച്ചുകുട്ടി തന്നെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വിഷമവും ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷവും എല്ലാം വരുന്ന കൊച്ചുകുട്ടി. അതിന് നിനക്കെന്താ ഇപ്പോൾ? ഞാൻ നിന്നോടൊന്നും പറയാൻ വന്നില്ലല്ലോ. ഒന്നിറങ്ങിപ്പോകോ ഈ മുറിയിന്ന്? കുറച്ച് സമാധാനം താ പ്ലീസ്. ഗോപിക റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു വിച്ചുവിനുള്ള ആഹാരവുമായിട്ട് വരുന്ന സാക്ഷിയെ. മുട്ടിന് താഴെ നിൽക്കുന്ന ഫ്രോക്കാണ് വേഷം. മുഖത്ത് നല്ല ക്ഷീണമുണ്ടെങ്കിലും നിറഞ്ഞ പുഞ്ചിരി. ഏട്ടത്തി, ഇത് വിച്ചുവേട്ടനുള്ളതാണോ? അവൾ അടുത്തു വന്നതും ഗോപു ചോദിച്ചു. എന്നും സാധാരണ ഞങ്ങൾ ഒരുമിച്ചാ കഴിക്കാറ്. ഇന്ന് കണ്ണേട്ടൻ നേരത്തെ പോയി. പിന്നെ വൈച്ചു റൂമിൽ നിന്ന് ഇറങ്ങിയതുമില്ലല്ലോ. അതാ ഞാൻ വൈച്ചുവിന് കൊടുത്തിട്ട് ഗോപുവിനുള്ളത് എടുത്തു തരാവേ. അതൊന്നും വേണ്ട ഏട്ടത്തി, ഞാൻ തന്നെ അടുക്കളയിൽ പോയി എടുത്തോളാം. സാക്ഷി റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് കൈ രണ്ടും തലയ്ക്ക് താങ്ങി ബെഡിലിരിക്കുന്ന വിച്ചുവിനെയാണ്. ഫുഡ് സൈഡിൽ കണ്ട ടേബിളിൽ വെച്ചിട്ട് വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ തലയിൽ തലോടിയതും അപ്രതീക്ഷിതമായി വിച്ചു ആ കൈകൾ തട്ടിയെറിഞ്ഞു. വൈച്ചു, എന്താ നിനക്ക്? എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ അമ്മാളോ? ഏതു നേരവും ഇങ്ങനെ ശല്യം ചെയ്യാതെ കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. എന്താ പറ്റിയേ? അത് എന്നോട് പറഞ്ഞൂടെ നിനക്ക്? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് പറയണമെന്ന് എന്തിനാ ഇത്ര വാശി? പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കും കാണും. ഇപ്പോൾ എന്തായാലും ഒന്നും പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. ഒന്ന് ഇറങ്ങിപ്പോവോ ഇവിടെ നിന്ന്? ഇതുവരെ ഇല്ലാത്ത മാറ്റം വിച്ചുവിൽ കണ്ടതും സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏട്ടത്തിയമ്മ ഒരിക്കലും അമ്മയാകില്ല അല്ലേ? ഏട്ടൻ്റെ ഭാര്യ ഒരിക്കലും സ്വന്തവുമാകില്ല. നിന്റെ വിഷമം കണ്ട് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഇനി ആവർത്തിക്കില്ല, സോറി. അത്രമാത്രം പറഞ്ഞ് കണ്ണീർ പോലും തുടയ്ക്കാതെ പുറത്തേക്കിറങ്ങാൻ പോയപ്പോൾ കണ്ടു എല്ലാം കേട്ട് വാതിലിൽ ചാരി നിൽക്കുന്ന സിദ്ധുവിനെ. ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് സങ്കടങ്ങൾ പദം പറഞ്ഞ് കരയുമ്പോൾ അവൻ്റെ കണ്ണുകളും ഈറനായിരുന്നു. താനാണല്ലോ ഇതിനെല്ലാം കാരണം എന്നുള്ള കുറ്റബോധത്തിൽ ഗോപിക തലകുനിച്ച് നിന്നപ്പോൾ ഒരു ചേട്ടൻ്റെ കരുതൽ എന്ന പോലെ എല്ലാം കണ്ടു നിന്ന് ദീക്ഷിത് അവളെ ചേർത്ത് പിടിച്ചു.